ഓഹോ അവിടെയും തൂങ്ങും രാജു അല്ല ഗൈസ്, തൂങ്ങും രാധ. ഇന്ന് വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് ചെയ്ത കുറച്ച് കാർഡിയോ എക്സസൈസിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് ബാക്ക് മസിൽസ് ആൻഡ് ബൈസെപ്സിനായിരുന്നു വർക്കൗട്ട്. ഇനി മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ വർക്കൗട്ടിൻ്റെയും നെയിംസ് കൂടി വീഡിയോയിൽ പറയാം. അങ്ങനെ നെയിംസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ വർക്കൗട്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യം കൂടുകയും അത് മിസ്റ്റേക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്നാണ് സാറിൻ്റെ അഭിപ്രായം. കേട്ടപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. ആദ്യം ബാക്ക് മസിലിന് ചെയ്തത് ലാറ്റ് പുൾ ഡൗൺ ആയിരുന്നു. അതിനുശേഷം ചെസ്റ്റ് സപ്പോർട്ടഡ് ടീ ബാർ റോ ചെയ്തു. അവസാനം സീറ്റഡ് കേബിൾ റോ ആണ് ബാക്ക് മസിലിന് വേണ്ടി ചെയ്തത്. നെക്സ്റ്റ് ബൈസെപ്സിനായിരുന്നു. ഹാൻഡ് പവർ വളരെ ശോകമായി എനിക്ക് ബൈസെപ്സ് വർക്കൗട്ട് വളരെ കഠിനമാണ് ഗൈസ്. എന്തായാലും 3 kg ഡംബലിൽ ഡംബൽ കേൾസ് ചെയ്ത് അംഗം തുടങ്ങി. അതിനുശേഷം ഹാമർ കേൾസ് ചെയ്തു. പിന്നെ അടുത്തത് സീറ്റഡ് പ്രീച്ചർ കേൾ ചെയ്തു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 kg സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 3 kg വരെ ചെയ്തു. അവസാനം സ്ട്രെയിറ്റ് ബാർ കേബിൾ കേൾസ് ചെയ്തുകൊണ്ട് എൻ്റെ ബൈസെപ്സ് വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സംഭവം കോമഡിയായി പറയുന്നതാണെങ്കിലും നിങ്ങൾ ഏതുതരം ബോഡി ടൈപ്പ് ഉള്ളവരായാലും ജിം എന്നത് വെറും അപ്പിയറൻസിനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല. ഒരു ആക്റ്റീവ് ബോഡി നമുക്ക് തരുന്ന സ്ട്രെങ്ത്, ഗുഡ് മൈൻഡ് സെറ്റ്, ഇതെല്ലാം വർക്കൗട്ട് എന്നതിൻ്റെ ഹിഡൻ അഡ്വാൻറ്റേജസ് തന്നെയാണ്. സോ ഒരു ഫിസിക്കലി ആക്റ്റീവായ ഒരു ലൈഫ് സ്റ്റൈലുള്ളവരല്ല നിങ്ങളെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഇൻസെക്യൂരിറ്റീസിനും ജിം വർക്കൗട്ട് എന്നത് ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അംഗം വെട്ടുകൾ തുടരും.